ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ 4 മണി പലഹാരമൊക്കെ ആയിട്ടുള്ള ഉള്ളിവടയാണ്. സിമ്പിൾ ആൻഡ് ഈസി എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും കൂടിയാണ് കേട്ടോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ് സവോള അരിഞ്ഞെടുക്കുന്നതൊക്കെ ആലോചിച്ച്. പിന്നെ ഈ ഉള്ളിയൊക്കെ ചിലപ്പോൾ മൊരിയാതെയും ടേസ്റ്റ് ഇല്ലാതെയൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു 4-5 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരേ സൈസിൽ അരിയാൻ ശ്രദ്ധിക്കുക, തീരെ കനം കുറച്ച് അരിയാൻ മാക്സിമം നോക്കുക. എന്നിട്ട് അത് ആദ്യം തന്നെ നമ്മളൊരു 10 മിനിറ്റ് ഉപ്പൊഴിച്ച്, അതായത് നമ്മുടെ ഉപ്പില്ലേ, ഞാനിവിടെ ഉപ്പിൻ്റെ വെള്ളമാണ്, ഉപ്പിട്ട് നന്നായിട്ട് ഞകടി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം മാത്രമേ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കാൻ റെഡിയാക്കാൻ നിൽക്കാവൂ. കാര്യം എന്ന് വെച്ചാൽ ഉള്ളിയിൽ സവോളയിൽ ഒരുപാട് വെള്ളം ഇങ്ങനെ മാറ്റാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടാത്തത്. അപ്പം 10 മിനിറ്റ് നമ്മളതൊന്ന് അടച്ചു വെച്ച ശേഷം ഇതുപോലെ സവോളയിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ഇതിങ്ങനെ പിഴിഞ്ഞ് മാറ്റി ഡ്രൈ ആക്കുന്നതല്ല, പിഴിഞ്ഞ് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളക്, എരിക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇടാം. അതുപോലെ തന്നെ കറിവേപ്പില, സവോളയിൽ പിഴിഞ്ഞതിൽ നിന്ന് കിട്ടിയ വെള്ളമാണ്. അപ്പോൾ ഇത് ഇവിടെ കറിവേപ്പില ഇടുന്നുണ്ട്, പച്ചമുളക് ഇടുന്നുണ്ട്, ഇതിൽ ഇഞ്ചി ചേർക്കാം കേട്ടോ. ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല, ഇവിടെ ആർക്കും ഇഞ്ചി ഇഷ്ടമല്ല. പിന്നെ ഇതിൽ ജീരകം, നമ്മുടെ പെരുംജീരകം, വലിയ ജീരകമില്ലേ, അതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മാവ് ചേർക്കാം. മൈദാമാവാണ്, ഒരു 3 ടേബിൾ സ്പൂൺ മൈദാമാവ് ചേർക്കുന്നുണ്ട്. മാവ് ഒരുപാടായിപ്പോയാലും ഉള്ളിവട റെഡിയായി വരില്ല കേട്ടോ. അപ്പോൾ ഉള്ളിക്ക് അനുസരിച്ച് മാത്രം മാവ് ചേർത്താൽ മതി. പിന്നെ 3 ടേബിൾ സ്പൂൺ മൈദാമാവ് ഇടുന്നത് പോലെ തന്നെ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് കേട്ടോ മാവിൻ്റെ ഇതിൽ ചേർക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി, നല്ല കളറുള്ള മുളക് പൊടി ഇട്ടാൽ ഉള്ളിവട നല്ല കളറായിട്ട് കിട്ടും. ഇല്ല സാധാ മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, എരിക്കനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്യാതെ ആ ഉള്ളിയിൽ സവോളയിലുള്ള വെള്ളത്തിൽ തന്നെ നമ്മളത് മാവ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട, മാവ് മിക്സാക്കി അപ്പോഴേ ഉള്ളിവട റെഡിയാക്കാം. അപ്പോൾ നമുക്ക് നല്ല ചൂടോടുകൂടി നല്ല മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട കിട്ടുമേ. അപ്പോൾ എണ്ണ നല്ല ചൂടായോ എന്നൊന്ന് നോക്കുക. അതിന് ശേഷം നമുക്ക് ഉള്ളിവട ഇട്ട് തുടങ്ങാം. അപ്പോൾ ചെറിയ രീതിയിൽ വേണമെങ്കിൽ ചെറുതായിട്ട് ആക്കിയെടുക്കുക. എത്രയാണോ നിങ്ങളുടെ സൈസ് അതിനനുസരിച്ച് എടുത്തോളുക. പിന്നെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് ക്രിസ്പി, നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ കിട്ടിയത്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ആകെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ നമ്മുടെ സവോള മാറ്റി വെച്ച്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ചാനൽ